ഹായ് ഹലോ, എല്ലാവർക്കും എബൈൽ ലെർണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ഒരു പ്ലാനിംഗ് ഇല്ല, പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് തിങ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ ഡൗട്ട് ഉണ്ടായിരിക്കും, യു ജി സി നെറ്റിന് ശേഷം എന്ത്. കോമൺലി നമുക്കറിയാം, യു ജി സി നെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലെക്ചർഷിപ്പ് ആണ്, അല്ലെങ്കിൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് പ്രോസസ്സിന് പോകാം. ഇത്രയും കാര്യമാണ് നമുക്ക് ബേസിക്കലി നമുക്ക് യു ജി സി നെറ്റിനെ കുറിച്ച് അറിയാം. പക്ഷേ ഈ യു ജി സി നെറ്റ് കൊണ്ട് നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എങ്ങനെ നേടാം, അതല്ലാതെ അതിനൊരു ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു കാര്യം നമുക്കറിയാം. ബേസിക്കലി എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോ കുറച്ച് നാൾക്ക് മുമ്പാണ് അറിഞ്ഞത്. ഞാൻ PhD ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു കാര്യം വരുന്നത്. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സുവർണ അവസരം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വി ഹാവ് നോ, അത് നിങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റീസെന്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മിങ് ഡിസംബറിൽ നടക്കാൻ പോകുന്ന യു ജി സി നെറ്റ്. ആദ്യം അതിലൂടെ ഒരു കാര്യം പറയാം, യു ജി സി നെറ്റ് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. യു ജി സി നെറ്റ് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ബട്ട് ഒരു 10th ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് യു ജി സി നെറ്റ് ക്ലിയർ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഫോർ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കെയിലുള്ള ഒരു ജോബാണ് നിങ്ങൾക്കായിട്ടുള്ളത്. ജോബ് എന്താണെന്ന് ഞാൻ പറയാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് മിനിസ്റ്ററുടെ അണ്ടറുള്ള സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്ററുടെ അണ്ടറിലുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആണ്, ഒരു വ്യവസായമാണ്. അവിടെ സോഷ്യൽ വർക്കേഴ്സിന് റിക്രൂട്ട്മെന്റ് എന്താണ് നമ്മുടെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ പവർ ഗ്രിഡ് എന്താണെന്ന് നമുക്ക് ബ്രീഫ് ആയിട്ട് പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രാൻസ്മിഷൻ യൂട്ടിലിറ്റി ഇൻ ദ വേൾഡ്. നമ്മുടെ ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ്. അപ്പൊ മഹാരാഷ്ട്രയുടെ അണ്ടറുള്ള ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ, പവർ ജനറേഷൻ, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ ആണ് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അണ്ടറുള്ള പോസ്റ്റിലാണ്. ഇവിടെ പവർ ഗ്രിഡിലോട്ട് MSW ക്വാളിഫിക്കേഷൻ ഉള്ള പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ 3 പോസ്റ്റാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഓഫീസ് ട്രെയിനിങ് എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ഓഫീസ് ട്രെയിനിങ് സോഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഓഫീസ് ട്രെയിനിങ് HR. ഈ 3 പോസ്റ്റാണ് ഇപ്പോൾ അവർ വിളിച്ചിരിക്കുന്നത്. ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്ന 2 പോസ്റ്റിലും MSW അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസ് ട്രെയിനിങ് സോഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഓഫീസ് ട്രെയിനിങ് HR. ഇവിടെ വേക്കൻസി പറഞ്ഞിരിക്കുന്ന ടോട്ടൽ വേക്കൻസി സോഷ്യൽ മാനേജ്മെന്റിന് പറഞ്ഞിരിക്കുന്നത് 15 വേക്കൻസി, അതുപോലെ തന്നെ HR പറഞ്ഞിരിക്കുന്നത് 35 വേക്കൻസിയുമാണ്. അപ്പൊ ഈ വേക്കൻസിയുടെ ക്രൈറ്റീരിയ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ജോബ് കിട്ടാമെന്നുള്ളതിന് 2 കാര്യമാണ് ചെയ്യുന്നത്. അഫ്കോഴ്സ് ഇത് റിലേറ്റ് ആയിരിക്കുന്നത് കമ്മിങ് UGC 2024 ആണ്. ഈ വരുന്ന UGC നെറ്റ് ഡിസംബർ 2024 നെറ്റ് നമ്മൾ ക്ലിയർ ചെയ്താൽ ആ സ്കോറിന്റെ ബേസിലായിരിക്കും നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ UGC നെറ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം പവർ ഗ്രിഡിന്റെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ഇത് നമ്മൾ എല്ലാവരെയും അപരിപ്പിക്കുന്ന സംഭവം അതല്ല. നമ്മുടെ എന്താണ് ഇതിന്റെ മേജർ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഓഫ് സ്കെയിൽ ആണ്. പേ ഓഫ് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ട്രെയിനിങ് പീരീഡില് നമുക്ക് 40,000 40,000 പ്ലസ് 12% DA, അതായത് ഒരു ആനുവൽ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും 10 lakh rupees ഓഫ് സാലറി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സ്കെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ്, നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സാലറി എന്ന് പറയുന്നത് 50,000, അതോടൊപ്പം തന്നെ 3% DA എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും പെർ മന്ത് 1,60,000 rupees, 1,60,60,000 രൂപ സാലറി ഉള്ള ഒരു ഹൈ പ്രൊഫഷണൽ ജോലിയാണ് ഈ UGC നെറ്റ് ഡിസംബർ 2024 ക്ലിയർ ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത്. So my social workers, I would like to recommend you that if anyone didn't apply UGC net, you must have to apply UGC net. Along with that, you have to apply this official post. ഈ പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചേർക്കുന്നുണ്ടായിരിക്കും. സോ ഇതുപോലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിന് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ജോബ്സിനായിട്ട് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾ നല്ലൊരു പോസ്റ്റാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. UGC നെറ്റിന്റെ മാർക്കിനെ സ്കോർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നെറ്റിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ താങ്ക് യു ഗൈസ്. ഇതൊരു പെട്ടെന്ന് വീഡിയോ ആയിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ